ദീപക്, ഇതിനു മുൻപ് പല പാർട്ടി കോൺഗ്രസുകളും റിപ്പോർട്ട് ചെയ്ത അനുഭവ പരിചയമുണ്ട് ദീപകിന്. ഇപ്പോൾ ഈ മധുരയിലെ പാർട്ടി കോൺഗ്രസ് തുടക്കം മുതൽ ഒടുക്കം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വളരെ നിർണായകമായൊരു സമയത്ത് ഒരു ഫേസിലെത്തി നിൽക്കുമ്പോഴാണ് 24ാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേർന്നത് എന്നത് നമുക്കറിയാം. ആ തരത്തിലേക്ക് ഇപ്പോൾ ഇതിനു മുൻപൊക്കെ നടന്ന സമ്മേളനങ്ങളുമൊക്കെയായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തൊരു മാറ്റത്തിലേക്കാണ് പാർട്ടി എത്തിച്ചേരുന്നത് നയങ്ങളിൽ ഉൾപ്പെടെ എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനെ പൊതുവെ സമഗ്രമായി ഏത് തരത്തിലേക്ക് വിലയിരുത്താൻ കഴിയും ദീപക്? പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, രാഷ്ട്രീയമായി CPIM ചില അജണ്ടകൾ തീരുമാനിച്ച് ഉറപ്പിക്കുക, എല്ലാ പാർട്ടി കോൺഗ്രസിലും നടത്തുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ മുഖങ്ങളെ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ തലമുറ മാറ്റം സംഘടനാപരമായാണ് നടത്തിയതെങ്കിലും അതിന് രാഷ്ട്രീയമായ വലിയ മാനമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MA ബേബി കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയായി വരുന്നു. അത് കേരളത്തിലെ മാത്രം ഭരണമുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൻ്റെ കൈപ്പിടിയിലേക്ക് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എത്തുന്നു. അതായത് 1978 ഏപ്രിൽ 8-ാം തീയതിയാണ് EMS അന്ന് ജനറൽ സെക്രട്ടറിയായി മാറിയത്. അതിനുശേഷം ഇപ്പോൾ ഒരു 2025 ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഏപ്രിൽ 6-ന് MA ബേബി ജനറൽ സെക്രട്ടറിയായി വരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടനാ തലത്തിൽ ജനറൽ സെക്രട്ടറിയാണ് മറ്റ് മുന്നണി ചർച്ചകൾ, നയരൂപീകരണത്തിൻ്റെ വക്താവായി മാറുന്നത് എല്ലാം. പാർട്ടി കോൺഗ്രസ് അതിനുള്ള മാൻഡേറ്റാണ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടനാ തലത്തിലുള്ള ഒരു മുഖം മിനുക്കൽ തന്നെയാണ്. പാർട്ടി കോൺഗ്രസിൽ 8 PB അംഗങ്ങൾ മാറുന്നു. അതായത് CPIMൻ്റെ ഇന്നോളം ഇല്ലാത്ത 1-ാം പാർട്ടി കോൺഗ്രസ് മുതൽ 24-ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും നേതൃനിരയിൽ ഒരു വലിയ തലമുറ മാറ്റം ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, സുഭാഷിണി അലി, ഇങ്ങനെയുള്ള നേതൃനിരയിൽ എല്ലാവരും മാറുന്നു. പുതിയ കുറേ പേർ വരുന്നു. അതിനാണെങ്കിൽ വിജു കൃഷ്ണനും അതുപോലെ അരുൺകുമാറും ഒക്കെ ചെറുപ്പക്കാരെന്ന് വിശേഷിക്കാവുന്ന യുവത്വം തുടിക്കുന്ന നേതാക്കളാണ്. MA ബേബി താരതമ്യേന പാർട്ടിയിൽ PBയിൽ ജൂനിയറാണ്. പക്ഷേ MA ബേബിയെ പരിഗണിക്കുന്നതിന് പുറകിലും ഇത്തരം ഒരു രാഷ്ട്രീയമുണ്ടെന്നുള്ള ഉറപ്പാണ്. മറ്റൊന്ന്, സംഘടനാ തലത്തിൽ CPIM വലിയ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പോകാൻ പോകുന്നു.